ഹലോ. എൻ്റെ നാട്ടിൽ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസമായിരുന്നു, തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള. അവിടെ പോലും ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കുറേ വാക്കുകളാണ് ഇന്ത്യയുടെ അഖണ്ഡത, പിന്നെ ഭാരതീയ സംസ്കൃതി, നവോത്ഥാനത്തിൻ്റെ ഉജ്ജ്വലത. എൻ്റെയൊക്കെ നാട്ടിൽ സത്യം പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം 2-3 വർഷമായിട്ടുള്ള ഈ വെള്ളപ്പൊക്ക കെടുതിയാണ്. അപ്പം അത് പണ്ടെങ്ങും ഇല്ലാത്ത മട്ടിൽ വെള്ളം അതിൻ്റെ വഴി അന്വേഷിച്ച് എല്ലാ വീടകങ്ങളിലേക്കും കയറി വരുന്നു. അതിൻ്റെ ദുരിതം അടുത്തൊരു 6 മാസത്തേക്ക്. അതൊന്ന് മറന്നു വരുമ്പോൾ അടുത്ത വെള്ളപ്പൊക്കം വരുന്നു. ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു ചിന്ത. അറിയില്ല കേട്ടോ. ഏതായാലും എല്ലാവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തന്നെ ചർച്ച ചെയ്ത സ്ഥിതിക്ക് ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഇന്ത്യയുടെ ഈ ഇതിനെക്കുറിച്ച് അബ്ദുൽ കലാമിനോട് ഒന്ന് പോയി അന്വേഷിച്ചാലോ എന്ന്. അദ്ദേഹം അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞില്ല, ഞാനൊരു ബുക്ക് അസാധ്യതയിലെ സാധ്യത, സ്ക്വയറിങ് ദി സർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാരതീയ നവോത്ഥാനത്തിലേക്ക് 7 പടവുകൾ എന്നുള്ളൊരു പുസ്തകം DC ബുക്സ് ഇറക്കിയതാണ്. അതിൽ നിന്നൊരു കുറച്ച് ഞാൻ വായിക്കേണ്ട പുസ്തകമാണ് കേട്ടോ. നമുക്കിതുപോലെ എന്ത് വന്നാലും ഒരു ക്ലാരിറ്റിക്ക്, അറ്റ്ലീസ്റ്റ് നമ്മളുടെ മനസ്സിലെ ചിന്ത എങ്ങോട്ട് പോകണം എന്നൊന്ന് ചിന്തിക്കാനായിട്ട് ആ പുസ്തകം വളരെയധികം സഹായിക്കും. അപ്പം അതിൽ ഒരു കാര്യമുണ്ട്, ഇടുങ്ങിയ 4 ചുമരുകൾക്കുള്ളിൽ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിനകത്ത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഈ ഭാരതീയ സംസ്കൃതി എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ജവഹർലാൽ നെഹ്റു നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് അത്ര തന്നെ അതിശയകരമായി വർണ്ണിച്ചിരിക്കുന്നു. അതിനു മുമ്പ് ഒരു കോട്ട് പറഞ്ഞിരുന്നു, കവി ഫിറാഖ് ഖൊറഗ്പുരി എഴുതി, സാർത്ഥവാഹക സംഘങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, കാവൽപ്പടകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, ഇന്ത്യ നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്താ എഴുതിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: ചിന്തകളുടെ അടരുകൾക്കുമേൽ അടരുകളും ദിവാസ്വപ്നങ്ങൾക്കുമേൽ ദിവാസ്വപ്നങ്ങളും ആലേഖം ചെയ്ത പൗരാണികമായ ലിഖിതം. ഓരോ അടരും ആലേഖനം ചെയ്യപ്പെടുമ്പോൾ അടിയിലെ അടര് പൂർണ്ണമായി മറയ്ക്കപ്പെടുകയോ മായ്ക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ബഹുഗുണമുള്ള സാർവലൗകിക ചിന്തകൾ അലിഞ്ഞു ചേർന്നതിനാൽ ഇന്ത്യൻ സംസ്കാരം ശാക്തീകരിക്കപ്പെടുകയും നിരവധി സംസ്കാരങ്ങൾ തകർന്നടിഞ്ഞപ്പോഴും വിപത്തുകളുടെ നീണ്ട ചാവുകാലങ്ങൾ അതിജീവിക്കുകയും ചെയ്തു. അത്ര കൃത്യമായിട്ടല്ലേ നെഹ്റുജി ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം വേണ്ടി വന്നു നമുക്കിതൊക്കെ പറഞ്ഞു തരാനായിട്ട്. നമ്മുടെ മുമ്പിൽ ഈ പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു, നമുക്കിതൊക്കെ കാണുകയും ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മളതൊന്നും കാണാതെ ഇങ്ങനെ വെറുതെ ഉപരിപ്ലവമായി എന്തെല്ലാമോ കണ്ട് ആരാണ്ടോടൊക്കെ വഴക്കുണ്ടാക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ആദിമ സത്യത്തെ അടിസ്ഥാനമാക്കി ഭിന്നതകൾ ഉണ്ടാക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ആട്ടിയകറ്റേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി നിലനിൽക്കാനും ഇന്ത്യയെ വികസിത രാജ്യമായി മാറ്റുവാനും നമ്മുടെ ജനാധിപത്യത്തിന് കാഴ്ചപ്പാടുണ്ടാവണം. ഈ ജനാധിപത്യത്തിന് കാഴ്ചപ്പാടുണ്ടാവണം എന്ന് പറഞ്ഞാൽ ആർക്കുണ്ടാവണം? നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ആ കാഴ്ചപ്പാടിനെയും അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. നവോത്ഥാനം എന്ന് പറഞ്ഞ് എല്ലാവരും നമ്മളെ ബഹളം വയ്ക്കുമ്പം എന്താവാം ഈ നവോത്ഥാനം? നവോത്ഥാനം ആരംഭിക്കുന്നത് അറിവിൽ നിന്നാണ്. ഒരൊറ്റ യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗമാണ് നാം എല്ലാം എന്ന അറിവിൻ്റെ അഭാവമാണ് എല്ലാ തിന്മകളുടെയും മൂലകാരണം. മനുഷ്യകുലം ചെയ്യുന്ന പ്രധാനപ്പെട്ട തെറ്റും ഈ അറിവില്ലായ്മ തന്നെ. പരസ്പര സഹവർത്തിത്വത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഒറ്റപ്പെടലിൻ്റെ വിചാരമുണ്ടാക്കുന്നു. സൂര്യന് താഴെയുള്ള എല്ലാ ഭയത്തിൻ്റെയും മൂലകാരണം ഒറ്റപ്പെടലിനെ കുറിച്ചുള്ള ഭയമാണ്. സ്രോതസ്സിൽ നിന്ന് ഒന്നും ഒളിക്കാനാവില്ലെന്നും പ്രത്യാഘാതങ്ങളില്ലാതെ ഒന്നും നടക്കുന്നില്ലെന്നുമുള്ള അവബോധം നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും നിരവധി ദയനീയ സാഹചര്യങ്ങൾ ഒഴിവാക്കും. എത്ര കൃത്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നവോത്ഥാനം എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതുപോലെ ഒരു കൃത്യമായ ഒരു കാര്യം നമുക്ക് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇത്തരം അറിവുകൾ കിട്ടിയവരെക്കുറിച്ച് അദ്ദേഹം പ്ലേറ്റോയുടെ ഒരു കഥ പറഞ്ഞാണ് പറയുന്നത്. ആ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിലുള്ളൊരു കഥയാണ്. സാങ്കല്പികമായ ഒരു സംഭാഷണത്തിൽ ഒരു ഗുഹയിൽ അകപ്പെട്ടു പോയ ചില മനുഷ്യരുടെ അവസ്ഥ സോക്രട്ടീസ് വിവരിക്കുന്നുണ്ട്. അവർ ഗുഹയ്ക്ക് പുറത്തുള്ളതൊന്നും കാണാനാകുന്നില്ല അവർക്ക്. എന്നാൽ പുറത്ത് നീങ്ങുന്ന ജീവികളുടെ നിഴലുകൾ കാണാനാകും. അവ നിഴലുകളാണെന്ന് ആ മനുഷ്യർ അറിഞ്ഞതുമില്ല. പുറത്തുണ്ടാകുന്ന ഒച്ചകളുടെ പ്രതിധ്വനിയും അവർക്ക് കേൾക്കാം. അതുകൊണ്ട് തന്നെ ആ നിഴലുകൾ യഥാർത്ഥ വസ്തുക്കളാണെന്നും പ്രതിധ്വനികൾ യഥാർത്ഥ ശബ്ദങ്ങളാണെന്നും ആ തടവുകാർ വിശ്വസിച്ചു. അങ്ങനെ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലോ ഒരാൾ പുറത്തോട്ട് കടന്നു. ആ പുറത്ത് കടന്ന് ഇതെല്ലാം കണ്ടയാൾക്ക് മനസ്സിലായി
വിശാലതയുള്ള ജീവജാലങ്ങളോടും ഒക്കെ പുള്ളി പൊരുത്തപ്പെട്ടു. മുകളിൽ കാണുന്ന സൂര്യനാണ് വെളിച്ചത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഒക്കെ രക്ഷകനെന്ന് അയാൾ മനസ്സിലാക്കി. പുതിയ അറിവിനാൽ ഉത്തേജിതനായ അയാൾ ഗുഹയിലേക്ക് തിരിച്ചു പോകാനും അതിശയകരമായ കണ്ടെത്തലുകളെക്കുറിച്ച് തൻ്റെ ചങ്ങാതിമാരോട് പറയാനും ശ്രമിച്ചു. പക്ഷേ ഗുഹയിലെ മനുഷ്യർ അയാളോട് മോശമായി പെരുമാറി. പുറത്തേക്ക് പോയതിനാൽ അയാളുടെ കണ്ണുകൾക്ക് കേട് സംഭവിച്ചെന്നും അതുകൊണ്ട് തന്നെ ഗുഹയ്ക്ക് പുറത്തേക്ക് കിടക്കുന്നത് അപകടകരമാണെന്നും അയാൾ വിധിയെഴുതി. തടവുകാരെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ നിഴലുകൾ കാണാനാവാത്ത അയാളുടെ കണ്ണുകൾ കൊണ്ട് കാര്യമൊന്നുമില്ലെന്നും അയാൾ പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് പറഞ്ഞ ഒരു ഉദാഹരണമാണ് ആ കഥ. ഇന്നും നമ്മുടെ ഒരു മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പല ചിന്തകളും ഇങ്ങനെ തന്നെയല്ലേ. നമ്മൾ അറിയാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഏതൊക്കെയോ നിഴലുകൾ കൊണ്ട് വ്യാഖ്യാനിക്കുക, അതെല്ലാം സത്യമാണെന്ന് കരുതുക, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇതും പോട്ടെ, എന്നിട്ട് ആ നിഴലുകൾക്ക് വേണ്ടി തമ്മിൽ പരസ്പരം പടവെട്ടുക. ഇതൊക്കെയാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ശുഭരാത്രി നേരത്ത് മനസ്സൊന്ന് സമാധാനിക്കാനായിട്ട് ബാക്കി നിൽക്കുന്നത്. നിങ്ങളും ചിന്തിച്ചു നോക്കൂ, എന്താണ് നമ്മുടെ സംസ്കൃതി, എന്താണ് നമ്മുടെ നവോത്ഥാനം, എന്താണ് നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് നിർത്താനുള്ള കണ്ണികൾ ഏതൊക്കെയാണ്? ആ കണ്ണികളല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പരസ്പരം മാറി മാറി നിൽക്കാനും അകന്നു നിൽക്കാനുമുള്ള കണ്ണികൾ കണ്ടുപിടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മളെ ഒന്നിച്ചു നിർത്തുന്ന കണ്ണികൾ കണ്ടുപിടിക്കുന്നത്. ശുഭരാത്രി.